ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി നമുക്കൊരു നിമിഷം തലകൾ വണക്കി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഹല്ലേലൂയ. നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. അപ്പോൾ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവേ, ഇന്ന് ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ, ഹല്ലേലൂയ. അപ്പനെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നവനായ യേശുവേ, അപ്പാ നീ കൽവരി തറവാടിന്റെ അങ്കണത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആദ്യോടന്തം ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ, ഹല്ലേലൂയ. അപ്പാ, ഗാന ശുശ്രൂഷയുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. അതിന് ശുശ്രൂഷന്മേലും സാക്ഷ്യത്തിന്മേലും നിന്റെ ആത്മാവ് ചലിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ സന്ദർശിപ്പാൻ എഴുന്നള്ളി വരണമേ. നിന്റെ ജയമുള്ള ക്രൂശ് ഞങ്ങളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കണമേ. ഹല്ലേലൂയ. നിന്റെ ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കട്ടെ. ഹല്ലേലൂയ. ക്രൂശിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ ഈ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, സ്തോത്രം. ഇന്നും ഉയർന്നേറ്റ് നീ ജീവിക്കുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന ഞങ്ങളോട് ഓരോരുത്തരോടും നീ അപ്പാ ചന്തമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കിയതിന് നന്ദി പിതാവേ, സ്തോത്രം. ഈ അന്തരീക്ഷവും പരിസരവും നാഥന്റെ ക്രൂശിന്റെ വീട്ടിൽ സമർപ്പിക്കുന്നു. നിന്റെ രക്തവളപ്പിൽ കാക്കണമേ. നിന്റെ ദൂതന്മാരെ അയക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദേശത്തെ സന്ദർശിപ്പാൻ നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വലിയ കൃപയുടെ വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുള്ള നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സർവ്വവല്ലഭനായ ദൈവം നമുക്ക് പ്രലോഭനങ്ങളിൽ, ഏകാന്തതയിൽ, ചെങ്കടൽ പോലെ ആർത്തിരമ്പുന്നതായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ശത്രുക്കളുടെ മുന്നിൽ സിംഹം ഗർജിക്കുന്നത് പോലെയുള്ളതായ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹം, സന്തോഷത്തെ പകർന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന, വീടാതെ കാത്തു സൂക്ഷിക്കുന്ന, വൈരികളുടെ മുന്നിൽ നമ്മളെ പിൻപറ്റുന്ന ആ നല്ല ദൈവത്തിനായി നമുക്ക് ഈ വേളയിൽ നമ്മുടെ സമയം വിനിയോഗിക്കാം. നമുക്കൊന്നിച്ച് നല്ല ഒരു പാട്ട് പാടാം. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദീനം തോറും. സന്തോഷവേളയിൽ, സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദിനായി. സന്തോഷവേളയിൽ, സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദിനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവാദി വന്നിടിലും എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ.
പതറുകയില്ല ഞാൻ പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഇനിയും തീച്ചുളയെതിരായി എരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയം വിടുവിക്കും എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയം വിടുവിക്കും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. തൊഴുത്തിൽ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും സറഫത്തൊരുക്കി
ചെയ്യുമാറാകട്ടെ. എന്നീ സന്ധ്യാസമയം 2-3 പേർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ കാൽവരി തറവാട്ടിലേക്ക് കടന്നു വരുന്ന കിലോമീറ്റർ താണ്ടി എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കടത്ത് കൂട്ടി വരുത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ സന്ധ്യാസമയം എൻ്റെ ദാസി പാടിയതുപോലെ ഗർജിക്കും സിംഹങ്ങൾ നടുവിൽ വസിച്ചാലും ആ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്നേനാം യേശു രക്ഷകനെ നായകനെ, വന്നേനാമേ വന്നേനാമേ വന്നേനത്തീനെന്നും യോഗ്യനെ. ആമേൻ വന്നേനത്തീന് യോഗ്യനെ. ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം, ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം. പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴിടും, പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴിടും. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം. പരലോക തുല്യമെൻ വിശ്വാസ സേവനം, പരലോക തുല്യമെൻ വിശ്വാസ സേവനം. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ. ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിധേ, ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിധേ.
അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മറ്റൊരു കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കൈപ്പുനീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മറ്റൊരു കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മനസ്സിലൂടാനയിച്ചു ഞാൻ അന്നമാനി മന്ന തന്നീലേ. അതിനെല്ലാം നന്ദിയ നിങ്ങൾ കുരിശല്ലോ തന്നിടുന്നിപ്പോൾ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മറ്റൊരു കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? കൊടുങ്കാറ്റിലന്നു നിങ്ങൾക്കായി മേഘദീപത്തൂണുകൾ നൽകി. അതിനായി ദൈവധൂമങ്ങൾ ചുമത്തുന്നു നിങ്ങളെന്നിപ്പോൾ. ഗാഗുൽത്ത മലയിൽ നിന്നും
ദൈവനാമത്തെ മാത്രമായിട്ട് എൻ്റെ ബന്ധിയിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർ ദേശത്ത് കടന്നു വരുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞ് നമുക്ക് അനുഗ്രഹമായി തീർന്നു. 2-3 മാസം കൊണ്ട് ദേവസ്വമാർ പറഞ്ഞിട്ട് വരാനായിട്ട് ശരിക്കും വരാൻ കഴിഞ്ഞില്ല. ആ സമയത്തേക്ക് ഞാൻ വേറൊരു വണ്ടി ഓടിക്കുന്ന കാര്യത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ദേവസ്വനെ സാക്ഷിയായിട്ട് നിൽക്കാനും കർത്താവ് എനിക്ക് ഒരുപാട് അത്ഭുതം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനെനിക്ക് ദുബായിൽ വെച്ച് രക്ഷിക്കുന്ന സമയത്തേക്ക് എനിക്ക് ഫിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ദൈവം ഇതേപോലെ വിടിവിച്ചിട്ടും പ്രാർത്ഥിച്ചാണല്ലോ. അതേപോലെ തന്നെ ദേവസ്വം ദുബായിൽ വെച്ചാണ് പ്രാർത്ഥിച്ചാണ് വിടുതലേക്ക് കിട്ടിയത്. അതേപോലെ മൈഗ്രെയിനും അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിങ് വരാതൊക്കെ ദൈവം പിടിച്ച് എനിക്കും ഒരുപാട് മേലെ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോഴും പല തടസ്സങ്ങളും പല മേലകളിലും കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവം എന്നെ ഓരോ വഴിക്കും നടത്തി ഇത്രത്തോളം ദൈവം നടത്തിയിട്ടുണ്ട്. അതേപോലെ ഫിക്സും തലകൾക്കൊക്കെ വന്നപ്പോഴേക്കും എല്ലാ ദൈവം പ്രാർത്ഥിച്ചെല്ലാവരും വിടുതൽ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മേഖലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ വെച്ചാൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ദൈവം ഓരോ മേഖലകളെ നല്ല രീതിയിൽ നല്ല നടത്തിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ വയറിൽ സ്മെല്ലേക്ക് പറയുന്നു. അതൊക്കെയും പ്രാർത്ഥിച്ച് ഇതേപോലെ ദൈവം അതേപോലെ പ്രാർത്ഥിക്കുന്ന പല വിടുതലും കിട്ടി. യേശുവിനെ നാമത്തിൽ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലതും വിലയേറിയതുമായ ഈ സായമേളയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടുവാൻ കർത്താവ് നൽകി തന്ന വലിയ സ്നേഹത്തിനായി സൗഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കന്നു വന്നിരിക്കുന്ന ചയൻ, ജിനില്, ബാക്കി ടീച്ചർ, അമ്മച്ചി അന്നെല്ലാവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവും വന്ദനവും ഈ സായമേളയിൽ അറിയിച്ചു കൊള്ളുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലതും വിലയേറിയതുമായ ഈ സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവപരമായ ഒരു പകലടികൾ വിട്ട് കടന്നുപോയി ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ സ്ഥലങ്ങളൊക്കെയും വലിയ സാന്നിധ്യം കാവലം കൊണ്ടുണ്ടായിരുന്ന നന്ദിയുടെ സ്തോത്രം. ലോകസംഭവങ്ങളെല്ലാം കൂടെ അവരെക്കുറിച്ച് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതിനിടയിലും കർത്താവെ ഞങ്ങളെ പെരുമാറിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഞങ്ങൾ വിട്ടുവന്ന ഭവനങ്ങളെ പ്രിയപ്പെട്ടവരോട് ഞങ്ങളെല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഭവനവും പരിസരവും ഇതിൻ്റെ കോമ്പൗണ്ടിനെല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുമായി കർത്താവ് വായുമണ്ഡലങ്ങൾ ഭൂമിമണ്ഡലങ്ങളെല്ലാം വാതികെട്ടി നിൽക്കുന്ന അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ കർത്താവെ നീയോടെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ തന്ന സൗഭാഗ്യത്തിന് നന്ദിയുടെ സ്തോത്രം. കർത്താവ് മഹത്വം കൊടുക്കണമേ. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ചതിന് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരും എന്നെ നടത്താൻ, ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരും എന്നെ നടത്താൻ, ഒരിക്കലും പിരിയാതടുത്തിരിപ്പാൻ വൻകൃപയും തിരുമുഖവുമല്ലോ. മാറരുതേ മുഖം മാറക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മരുഭൂമികത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ. മാറരുതേ മുഖം മറക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മാറരുതേ മുഖം മറക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോക സംഭവങ്ങളെല്ലാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പശ്ചിമേഷ്യ ഹല്ലേലൂയ സ്വതം തീ ഗോളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹല്ലേലൂയ സ്വതം ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്വതം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് തന്നെ ഹല്ലേലൂയ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയാനുള്ളത് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്നവരോടുള്ള ഹല്ലേലൂയ സ്വതന്ത്രം എനിക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയാനുള്ളത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് കർത്താവ് പിന്നെയും 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 ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ, ദേശനിവാസികളെ ഹല്ലേലൂയ സ്വതന്ത്രം, ദേശനിവാസികളെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ യേശുവിനെ നിങ്ങളാരും കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വതന്ത്രം എന്റെ നിങ്ങളുടെ മരണമാണോ കർത്താവിന്റെ വരമാണോ സംഭവിക്കുന്ന അറിയത്തില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നീ നിന്റെ ആത്മാവിനെ രക്ഷ നേടുവാൻ പരിശുദ്ധാത്മാവിൽ ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ഈ ദേശത്തായിരിക്കും ദേശനിവാസികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും വിളിച്ചു പറയാനുള്ളത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ സ്വതന്ത്രം ഇന്ന് ഹല്ലേലൂയ ഈ ദേശത്തേക്ക് ഒരു ചെറിയൊരു കൂട്ടം ഹല്ലേലൂയ സ്വതന്ത്രം 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീരപ്രവർത്തനങ്ങൾ ചെയ്ത കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് ഈ ദേശത്തെ പിന്നെയും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഈ രാത്രിയുടെ നാമത്തിൽ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ സ്വതന്ത്രം ഈ ലോകത്തെ സ്നേഹിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഹല്ലേലൂയ സ്വതന്ത്രം ദൈവം ദൈവമായി ഇരിക്കാതെ ഹല്ലേലൂയ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിൽ ഹല്ലേലൂയ സ്വതന്ത്രം താണലോകത്തിൽ മറിയം എന്ന ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഒരു ശിശുവായി ജനിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിന് ശേഷം 33.5 തിരുവയസ്സ് വരെ ഈ യെരൂശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നു ഹല്ലേലൂയ സ്വതന്ത്രം ഈ കർത്താവിനെ കൈക്കൊള്ളാൻ. ഹല്ലേലൂയ സ്വതന്ത്രം നമ്മെ എത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ്, നമ്മുടെ നന്മ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പുണ്യപ്രവൃത്തി കൊണ്ട് ഒന്നുമല്ല, നമ്മെ സ്നേഹിച്ച ആ കർത്താവിന്റെ ആ സ്നേഹ നിമിത്തമാണ് ഹല്ലേലൂയ സ്വതന്ത്രം ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന യേശു ഹല്ലേലൂയ ആ യേശു എന്നെ ഇതിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 30 വയസ്സ് വരെ തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി സഹോദരങ്ങളെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു 33.5 തിരുവയസ്സ് വരെ ഇവിടെ ജീവിച്ചെങ്കിൽ 3.5 വർഷമാണ് ഹല്ലേലൂയ സ്വതന്ത്രം 3.5 വർഷം മാത്രമാണ് ഹല്ലേലൂയ സ്വതന്ത്രം ഈ ഭൂമിയിൽ തന്റെ പ്രവൃത്തി നടത്താൻ ഇടയെ തീർന്ന ഹല്ലേലൂയ സ്വതന്ത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോക ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുലക്കളത്തിൽ അവസാന തുള്ളി രക്തം ഊറ്റി തന്നിട്ട് പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്വന്തം പ്രാണനെ വിട്ടുകൊണ്ട് സ്വന്തം തോളിൽ തലവൈ ചാച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതാ സകലവും നിവൃത്തിയായി എന്ന്. ഈ ദേശത്തോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത് ഹല്ലേലൂയ ഈ എന്നെ നിങ്ങളെ സ്നേഹിച്ച ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാനും നീയും സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുന്നവർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നിത്യ നരകവും കർത്താവിന് ചെയ്തിരിക്കുക. ഹല്ലേലൂയ സ്വതന്ത്രം. ഞാൻ പറഞ്ഞു വരട്ടെ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു വേദഭാഗം മാത്രം വായിച്ച അല്പസമയം വചനത്തിൽ നിന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-24 വരെ വാക്യങ്ങളൊന്ന് വായിക്കാം. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സാദൃശ്യം. ഹല്ലേലൂയ സ്വതന്ത്രം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഹല്ലേലൂയ സ്വതന്ത്രം അവൻ ഹല്ലേലൂയ സ്വതന്ത്രം തിരുവായി മൊഴിഞ്ഞ ഹല്ലേലൂയ സ്വതന്ത്രം പറഞ്ഞൊരു കാര്യമാണ് ഹല്ലേലൂയ സ്വതന്ത്രം.
എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ അടിസ്ഥാനമുള്ള മനുഷ്യരോട് തുല്യൻ. മൺമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, അത് പാറമേൽ ഹല്ലേലൂയ ഉറപ്പുള്ളതായുണ്ട്. പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചത് കൊണ്ട് ഹല്ലേലൂയ ആ കൊടുങ്കാറ്റും തിരമാലയും വന്നപ്പോൾ ഹല്ലേലൂയ അതിന് ഒരിളക്കവും സംഭവിക്കാതെ നിൽപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇത് വചനം പറയുന്നത് യേശുവിന്റെ വചനം കേട്ട് ചെയ്യുന്നവനാ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പലപ്പോഴും പാരമ്പര്യത്തിലും ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള സമുദായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അവരുടേതായ ആ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, സ്വന്തം ദൈവത്തിന്റെ രാജ്യത്തിലാക്കി തീർത്തുവെങ്കിൽ ആ പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ സ്തോത്രം ഒന്നും ഭയപ്പെടാനില്ല. ലോകത്ത് യുദ്ധം നടക്കട്ടെ, കൊടുങ്കാറ്റലറട്ടെ, ഹല്ലേലൂയ സ്തോത്രം ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദയും പഴിയും ദുഷിയും അപമാനങ്ങളും രോഗദുഃഖ ഭാരപ്രയാസം പ്രതിസന്ധികൾ കടന്നു വരട്ടെ, ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നാം നിൽക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഈ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഉറപ്പിച്ചതാണെങ്കിൽ നമുക്കതിനകത്ത് ഭാരപ്പെടാനില്ല, ഭയപ്പെടാനില്ല. ഹല്ലേലൂയ സ്തോത്രം. 2016 ഞാൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ലോകം നിശ്ചലമാകുന്ന ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഹല്ലേലൂയ സ്തോത്രം. 2013 ഹല്ലേലൂയ സ്തോത്രം COVID-19 എന്ന് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം ലോകം മുഴുവൻ വ്യാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. 2016 പറഞ്ഞ കാര്യം 2019 സംഭവിച്ചെങ്കിൽ ഞാൻ അന്ന് തന്നെ ഈ 2021 ഞാൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം 2027 ആകുമ്പോഴത്തേനും ലോകത്തിൽ ക്ഷാമം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഈ അടുത്ത കാലം ഞാനിതൊന്നും ഹല്ലേലൂയ സ്തോത്രം എന്നെ ദൈവാത്മാവ് ഓർപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പശ്ചിമേഷ്യ ഹല്ലേലൂയ സ്തോത്രം തീഗോളം കൊണ്ട് പരസ്പരം ജാതിയോടും രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം പറയുന്നത് അങ്ങനെ ജാതിയോടും രാജ്യത്തോടും എതിർക്കും. അവിടെ ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, പട്ടിണി, മരണങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ആ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവങ്ങളെ ഞാൻ പറഞ്ഞു, ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം നടന്നു, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം നടന്നു, അമേരിക്കയും ചൈനയുമായി ഹല്ലേലൂയ സ്തോത്രം യുദ്ധം നടത്തി. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഹല്ലേലൂയ സ്തോത്രം നേരിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇറാനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം 2027 ആകുമ്പോഴത്തേനും നമുക്ക് ലോകത്ത് ക്ഷാമമുണ്ടാകും. ഇത് വലിയ പ്രവചനമൊന്നും വേണ്ട. ഹല്ലേലൂയ. ലോക സംഭവങ്ങളും ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വേദപുസ്തകവും വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്ന ആ കടലെടുക്കിന് അപ്പറെ 350 കപ്പലാ കിടക്കുന്നത്. അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എണ്ണ, ഡീസല്, പെട്രോള്, അതുപോലെ പലവ്യഞ്ജനങ്ങള്, ഇതെല്ലാം ഹല്ലേലൂയ സ്തോത്രം നമുക്കിങ്ങ് വരാനുണ്ട്. അത് 350 കപ്പൽ കിടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 കപ്പൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരാനിടയായി. നിങ്ങൾക്കറിയാമല്ലോ 860 രൂപയിരുന്ന ഗ്യാസിന് ഒറ്റയടിക്ക് 920 രൂപയായി. ഇപ്പൊ ഇന്നലെ മുതൽ ഹല്ലേലൂയ സ്തോത്രം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക. 5-6 കപ്പയും ഇച്ചിരി അരിയും വീട്ടിലുണ്ടെന്ന് ഓർത്തുകൊണ്ട് ആരും നെകളിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്ത് ക്ഷാമം വരുമെന്ന് 2021 ഞാൻ പറഞ്ഞു. 2027 ആകുമ്പോഴത്തേനും ലോകത്ത് ക്ഷാമം ഉണ്ടാകും. അപ്പോൾ എന്റെ കൂടെയുള്ളവരെ മറ്റുള്ളവരെ കളിയാക്കി. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. കഴിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം 2019, 20, 2021, 22, 23 കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഹല്ലേലൂയ സ്തോത്രം അവിടെ നമ്മുടെ ഹല്ലേലൂയ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഉണ്ടായിരുന്ന കർഷകർ സമരം ചെയ്തു. ആ സമരത്തിന്റെ പ്രതിഫലനം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കേരളത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു കൊച്ചു നെല്ലറ എന്ന് പറയുന്ന കുട്ടനാടിനെ കണ്ടോണ്ട് ഞാനും നീ ഒന്നും കൂടുതൽ ഞെളിയുണ്ടായിരുന്ന ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്താണെന്നറിയാം? ഈ കുട്ടനാടിലെ ഹല്ലേലൂയ സ്തോത്രം 5-6 നെല്ല് കണ്ടുകൊണ്ട്, അരി കണ്ടുകൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം ഞാനും നീ ഞെളിഞ്ഞാൽ അത് നിന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെ പഞ്ഞത്തിന് കാരണമായി തീരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്ത് ഹല്ലേലൂയ സ്തോത്രം എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരട്ടെ, ഹല്ലേലൂയ
പറയുന്നത് ഈ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം ഇട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവചനം ഒരു കാലത്തും ഒന്നിനും ഒരു പ്രശ്നമുണ്ടാകാതെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദേവദാസൻ പാടിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞാനിങ്ങനെ സന്തോഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. മേഘത്തിൻ കീഴിൽ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനത്തെ പരിപാലിച്ച ഹല്ലേലൂയ സ്തോത്രം വരി അതിനകത്ത് കയറി വന്നു. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനത്തിനെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയത് അവർ കൃഷി ചെയ്തിട്ടല്ല, അവർ ആടുമാടുകളെ പരിപാലിച്ചത് കൊണ്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. വെയിൽ മാറി ഹല്ലേലൂയ സ്തോത്രം അതിരാവിലെ വെയിൽ മാറി ഹല്ലേലൂയ മഞ്ഞൊരു മാറിക്കഴിയുമ്പോൾ കൊത്തമ്പരാരി പോലെ മണ്ണയും കാടപ്പട്ടിയും 2 മുഴം പൊക്കത്തിൽ അവർക്ക് ആവശ്യത്തിന് കൊടുത്ത് 40 വർഷം മരുഭൂമിയിൽ എന്റെ കർത്താവ് നടത്തിയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്നും ഈ ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു ദൈവവചനത്തെ പോറ്റി പുലർത്തുവാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പോറ്റി പുലർത്തുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ഈ രാത്രിയാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ തൊട്ടടുത്ത് പാറയാണല്ലോ. ഹല്ലേലൂയ. ഈ പാറ ഒരു ജാക്യാമറ കൊണ്ടുവന്ന് 10 കുഴി അടിച്ച് 4 കേപ്പും വെച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു തീ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി തകർന്ന് തരിപ്പണമായി പോകും. ഇനിയിപ്പോ പൊട്ടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പൊ കെമിക്കൽ ഒഴിച്ച് ഇതൊക്കെ മാറ്റിക്കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ ഇതെന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഈ പാറയെ നീക്കിക്കളയുക ഈ ലോകത്തെ കെമിക്കലിന് കഴിയുമെങ്കിൽ, ഉപ്പിനും കേപ്പിനും കഴിയുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അതങ്ങ് മാറിപ്പോകും. പക്ഷേ എന്റെ നിന്റെ വിശ്വാസം ഹല്ലേലൂയ സ്തോത്രം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ഈ ക്രിസ്തു എന്ന പാറമേല നീ അടിസ്ഥാനപ്പെട്ട് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ സ്തോത്രം എന്റെ നിന്റെ നിത്യത കർത്താവിനോട് കൂടി 1000 ആണ്ട് വാഴുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം ഈ യുഗമായി ഹല്ലേലൂയ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ ദൂതന്മാരും വിശുദ്ധന്മാരുമായി ഹല്ലേലൂയ സ്തോത്രം കോടി യുഗം ഒരിക്കലും തീരാത്ത ഹല്ലേലൂയ സ്തോത്രം ഒരു നിത്യയുഗത്തിലേക്ക് വേണ്ടി എന്നെ നിന്നെ കൈപിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പകൽ ഈ സന്ധ്യായാമം ഞാനും നിങ്ങളും മറന്നു പോകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹോർമൂസ് കടലിടക്കിൽ ഹല്ലേലൂയ സ്തോത്രം 350 കപ്പലെന്ന് പറയുന്നത് നിസാരമൊന്നുമില്ല. 5,20,000 ടണ്ണ് സാധനം കൊള്ളുന്ന വണ്ടി അവിടെ കിടക്കില്ല, കപ്പല അവിടെ കിടക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണമേ. ഇപ്പൊ 2 കപ്പല് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വന്ന 2 കപ്പൽ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ 3 മാസത്തിനുള്ള പെട്രോൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയേ. പക്ഷെ ഇതൊന്നും ഹല്ലേലൂയ സ്തോത്രം ദൈവങ്ങളെ നമ്മളെ ഹല്ലേലൂയ ബാധിക്കുന്ന വിഷയമല്ല എന്ന് നാം പറയുന്നെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം ദൈവങ്ങളെ ലോകത്ത് ക്ഷാമമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഇനിയിപ്പോ പെട്രോളിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരും. സ്തോത്രം. ഭക്ഷണം കിട്ടാതെ വന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ രാജ്യത്ത് തന്നെ ആഭ്യന്തര കലാപമുണ്ടാകും. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ വീട്ടിൽ ഹല്ലേലൂയ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, അയലക്കം വീട്ടിൽ ഹല്ലേലൂയ 2-3 വീട്ടിൽ ഭക്ഷണമില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വിശപ്പ് നമ്മളെ സഹിക്കും, നമ്മുടെ കൊച്ചുമക്കളുടെ ഒന്നും വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ ഈ വീട്ടിൽ ആക്രമിച്ച് കയറും. ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇവിടെ വരും. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലം, അത് എതിർ ക്രിസ്തുവിന്റെ കാലത്തിലേക്ക് ലോകം എത്തി നിൽക്കുക. ഇത് ദൈവമക്കൾക്കേ അറിയത്തുള്ളൂ. മറ്റുള്ളവർ പറയും അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് കാലത്തിന്റെ തികവെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന കാലത്തിന്റെ വ്യതിയാനമാ ഇതൊക്കെ പറയും. പക്ഷെ ദൈവമക്കൾക്കറിയാം തന്റെ ഹല്ലേലൂയ സ്തോത്ര വരവിന്റെ മുന്നം ഹല്ലേലൂയ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഈ യുദ്ധം തീരും. ഈ യുദ്ധം ഇന്നല്ലേ നാളെ തീരും. ഇന്നിപ്പോ ട്രംപ് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്ര ഈ യുദ്ധം ഒന്ന് നിർത്താനുള്ള ആലോചന ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ഈ വേദപുസ്തകത്തിൽ പറഞ്ഞു യുദ്ധം നിനക്കും എനിക്കൊക്കെ തുടങ്ങാൻ പറ്റുന്നേ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേദപുസ്തകം പറയുന്ന യുദ്ധം നിർത്തൽ ചെയ്തോണ്ട് യഹോവയുടെ പണിയാ, അല്ലെ ദൈവത്തിന്റെ പണിയാ. ഇത് അല്ലാതെ എന്റെ നിന്റെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടൊന്നും നിൽക്കത്തില്ലെന്ന്. ഒരു കൊച്ചു രാജ്യത്തിലെ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന്റെ പോലീസ് എന്ന് പറയുന്ന അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യവും കൂടെ കൂടി ഹല്ലേലൂയ എത്ര ദിവസമായി? 24 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്. അങ്ങോട്ട് 2 വിട്ടാൽ ഇങ്ങോട്ട് 8 തിരിച്ചു വന്ന.
നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നും അല്ലെന്നേ. ഹാലലുയ സ്തോത്രം. ഇപ്പോൾ ഹാലലുയ സ്തോത്രം ഇറാഖിനെ പോലെ ഒരു രാജ്യവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഹാലലുയ സ്തോത്രം അവിടെയെല്ലാം താറുമാറായി കിടക്കുന്നത്. എന്റെ ഒരു മോളും ഉണ്ട് ഹാലലുയ സ്തോത്രം. ഈ ഒമാനിൽ എന്റെ ഒരു മോളുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ മോള് പറഞ്ഞു, പപ്പ ഞങ്ങളുടെ തലയ്ക്ക് മോളിക്കൂടെ മിസൈല് പോണേ. എന്നോട് എന്റെ മോള് പറഞ്ഞു, ഹാലലുയ സ്തോത്രം, പപ്പ നമുക്ക് ഇവിടെ വെച്ച് കണ്ടില്ലെങ്കിലും നമുക്ക് സ്വർഗരാജ്യത്തിൽ ഒന്നിച്ച് കാണാമെന്ന് വിളിച്ചു പറയാൻ കൊച്ചിന്റെ വിശ്വാസം ഞാനിങ്ങനെ ആലോചിക്കും. എനിക്ക് അത്രയും വിശ്വാസം ഇല്ലേ? സ്തോത്രം. മോള് പറയാ, നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അവിടെ വെച്ച് അക്കരെ നാട്ടിൽ വെച്ച് ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഹാലലുയ ഞാൻ സന്തോഷിച്ചു. ഞാൻ കരയല്ല ചെയ്തേ, ഞാൻ സന്തോഷിച്ചു. എന്റെ മോൾ അല്ലെ അത്രയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നല്ലോ എന്നോർത്തുകൊണ്ട് ഹാലലുയ. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ഹാലലുയ സ്തോത്രം ഒന്നിനും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഹാലലുയ സ്തോത്രം. എന്ത് സംഭവിച്ചാലും ഹാലലുയ സ്തോത്രം നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്, നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹാലലുയ സ്തോത്രം. ഇത് മറ്റുള്ളവർക്കില്ലേ? മറ്റുള്ളവര് അല്ലെങ്കിൽ ഓളത്തിന്റെയും തിരമാലയുടെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇളക്കം കേട്ടുകൊണ്ട് പരിഭ്രമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എന്റെ നിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവ് താമസമെന മേഘത്തിൽ പ്രത്യക്ഷമാകും. ഹാലലുയ സ്തോത്രം. ആ മേഘത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ ഹാലലുയ സ്തോത്രം മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട ഹാലലുയ കർത്താവിലൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു സുദിനം അതിവിദൂരമല്ല എന്ന് ഈ സന്ധ്യായാമം നമ്മളോട് മാത്രമല്ല ഈ ദേശത്തോട് എനിക്ക് വിളിച്ചു പറയാനുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത താമസമിനെ സംഭവിക്കുമ്പോൾ ഹാലലുയ സ്തോത്രം ഞാൻ നിങ്ങളൊക്കെ തള്ളപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത് വിളിച്ചു പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. വേണോ വേണ്ടോ എന്ന് സ്വീകരിക്കുന്നുണ്ടത് ഈ ദേശനിവാസികളാണ്. സ്തോത്രം. ഈ ദേശത്തോട് എനിക്ക് വീണ്ടും വിളിച്ചു പറയാനുള്ള ഹാലലുയ ഹാലലുയ സ്തോത്രം. കവലപ്രസംഗം നടക്കുമ്പോൾ ഹാലലുയ പറയുമ്പോൾ പറയുന്ന ആദ്യം ചെല്ലുന്ന ഹാലലുയ സ്തോത്രം ഒരു വാക്യമായി ഞാൻ പറയും, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന്. നീ ഏത് കൊമ്പത്തുള്ളതാണെങ്കിലും ഏത് കുരിശുമൂട്ടിലുള്ളതാണെങ്കിലും ഏത് കുരിശുണ്ടാക്കി കൊടുത്താലും ഹാലലുയ പ്രയോജനമില്ല. ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവേ ഞാനൊരു പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആ കർത്താവിനെ നീ സ്വീകരിച്ചാൽ ഹല്ലേലൂയ, അത് മതി. നിന്റെ നേർച്ച വഴിപാടുകളോ നിന്റെ ഒന്നും ഹല്ലേലൂയ കർത്താവിന് വേണ്ട. നിന്റെ മനസ്സ് മാത്രം മതി കർത്താവിന്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ഏറ്റുപറഞ്ഞ് അടുത്തു വന്നാൽ നിന്നെ സ്വീകരിക്കാൻ എന്റെ കർത്താവ് രണ്ട് കൈ കരവും നീട്ടി സ്വാഗതം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ദേശനിവാസികളെ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം വേണമെങ്കിൽ സ്വീകരിക്കാം. ഹല്ലേലൂയ. നാളെ ഇങ്ങനെ പറയാൻ ഞാനുണ്ടെന്നോ അല്ലെ വേറൊരു ദൈവദാസൻ വരുമെന്നോ അല്ലെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹോർമൂസ് കടലിലേക്ക് നിന്ന് ഇപ്പോഴത്തേക്ക് സാധനങ്ങൾ അല്ലെ ഒരു മാസം കൂടെ കടന്നു വരാതിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ രാജ്യം അല്ലെ 2027 ആകണ്ട, അതിനു മുന്നേ പഞ്ഞത്തിലേക്ക് പോകും. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ തമ്മിൽ വെട്ടും കുത്തും നടന്ന് ഹല്ലേലൂയ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ എതിർ ക്രിസ്തുവിന്റെ പ്രവേശനം നടക്കും. എതിർ ക്രിസ്തുവിന്റെ പ്രവേശനം നടന്നതിന് ശേഷം 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇവിടെ നടക്കും. അതിനുശേഷം 1000 ആണ്ടേക്ക് അവനെ പിടിച്ച് ചങ്ങലയിലിട്ടതിനു ശേഷം 1000 ആണ്ട് കർത്താവും തന്റെ ദൂതന്മാരും വിശുദ്ധന്മാരും യെരൂശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തെ ഭരിച്ചു വാഴുമ്പോൾ ഞാനും നീയും കൂടെ കാണണമെങ്കിൽ ഈ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പുള്ളവരെ തന്നെ നിൽപ്പാൻ ഈ സന്ദേശം ആഹ്വാനം ചെയ്തുകൊണ്ടും ഈ ദേശത്തായിരിക്കുന്ന ദേശവാസികളോട് പറയുക, ഈ 1000 ആണ്ട് വാർഷിക്ക് ശേഷം സാത്താനെ അവന്റെ ദൂതന്മാരെ പിടിച്ച് എന്നേക്കുമായി നരകത്തി തള്ളിയിട്ട് കഴിഞ്ഞിട്ട് കോടി യുഗം കർത്താവ് തന്റെ വിശുദ്ധന്മാരും ദൂതന്മാരുമായി പാർക്കുന്ന പുത്തനാം യെരൂശലേമിലേക്ക് എന്നെ നിന്നെ സ്വാഗതം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആകുന്ന സഭ നോക്കിക്കാത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ദേശനിവാസികളോട് പറയാനുള്ളത്, ഈ ഹല്ലേലൂയ വചനം കേട്ടില്ല എന്ന് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ള സകല ജനത്തോടുമായി പറയട്ടെ, ഈ ക്രിസ്തു എന്ന യേശു എന്ന ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു ജാതിയുടെ ദൈവമല്ല, മാനവരാശിയുടെ പാപത്തിന്റെ
പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുലക്കളത്തിൽ സ്വന്തം തോളിൽ ചലചാച്ചുകൊണ്ട് പ്രാണനെ വിട്ടപ്പോൾ പിതാവാൻ ദൈവത്തിനോട് പറഞ്ഞു, എന്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിച്ചു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണന വിട്ട കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന്. ഹല്ലേലൂയ. വീണ്ടും വരുന്നത് ഹല്ലേലൂയ ഇവിടെ ആരെയും നന്നാക്കാനല്ല, തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ കൃപായുഗമാ. ഈ കൃപായുഗം കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ ന്യായാസനത്തിലേക്ക് കർത്താവ് കയറും. ന്യായാസനത്തിൽ കയറി അവിടെ മുഖപക്ഷമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതായാലും തീയതായാലും എന്ത് ചെയ്താലും തക്കവണ്ണം പ്രാപിക്കാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്ന് ഈ സന്ദേശമോ ഈ ദേശവാസികളോട് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന ഹല്ലേലൂയ ദേവദാസരോടും കുടുംബത്തോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ തന്ന സമയത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദേവദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ തമ്പുരാൻ നമ്മളെ പ്രാണനേക്കാൾ സ്നേഹം തന്നു, പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചു, ഹൃത്തിൽ നമ്മളെ വഹിച്ചു, കണ്ണിൻ മണി പോലെ നമ്മളെ കാത്തു സൂക്ഷിച്ചു, ഉള്ളംകരത്തിൽ നമ്മളെ വഹിച്ചു. നമ്മൾ എന്ത് ക്ഷാമത്തിലും ഭൂകമ്പത്തിലും മുള്ളിൻ കുരുക്കിൽപ്പെട്ടാൽ പോലും നമ്മളെ കാത്തു സൂക്ഷിക്കുമെന്ന് ഒന്ന് മാത്രം അവിടുത്തെ പൊൻകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കാം. നമുക്ക് വീണ്ടും ഒരു ഗാനം ആലപിക്കാം. എന്നോടൊപ്പം എല്ലാവരും. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്ത് എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കാര്യമില്ല.
ഒരു നിമിഷം കൂടി തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയം അത്രയും നാഥാ നിന്റെ സാന്നിധ്യം ഞങ്ങൾ ഇടപെട്ടതിന് നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. അപ്പാ ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രേമക്കണ്ട നാവിൽ കൂടി അവിടെ ഞങ്ങളോട് ചന്തമായി സംസാരിച്ചതിന് നന്ദി. പ്രിയ ദേവദാസന്റെ നാവിൽ കൂടി കർത്താവേ നീ ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി പിതാവേ. ഹല്ലേലൂയ കർത്താവേ. തുടർന്നുള്ള സമയം അപ്പാ നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അടിയുടെ നാവിനെ കഴുകണമേ, നാവിനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ തുടർന്നുള്ള സമയം നാഥന്റെ നിറഞ്ഞ സാന്നിധ്യം തരണമേ. ഹല്ലേലൂയ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം, ഞങ്ങളെ കഴുകുന്ന വചനം കർത്താവേ, സൗഖ്യമാക്കുന്ന വചനം കർത്താവേ, പുതുവഴികൾ തുറക്കുന്ന വചനം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. സ്വർഗമേ നീ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ ഓളം വെട്ടണമേ. ഹല്ലേലൂയ. അവിടുന്ന് തേജസ്സോടെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ എഴുന്നള്ളി വരണമേ അപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെയും നീ കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ. നിന്റെ മുറിഞ്ഞ കരം ഞങ്ങളുടെ മേൽ വെച്ചല്ലോ. ഹല്ലേലൂയ. നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി അപ്പാ. നിന്റെ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ ഇരിക്കട്ടെ, ക്രൂശിന്റെ ചുവട്ടിൽ ഇരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും സമാധാനത്താൽ നിറച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഞങ്ങളെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം സ്വർഗീയ ആലോചനകൾ ഞങ്ങൾ കേൾപ്പിക്കണമേ അപ്പാ. സ്തോത്രം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ മുറിഞ്ഞ കരം വെക്കണമേ അപ്പാ. ഇവിടുത്തോട്ട് തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനവും വാഴ്വുകളും കർത്താവെ ഇപ്പോൾ പകരുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓൺലൈൻ വഴിയായി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ അപ്പാ കരം വെക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവിത യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു, ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ, ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാവുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്വർഗം തികച്ചും ഒരു യഥാർത്ഥമെന്ന് നാം നാളുകളായി ചിന്തിച്ചു വരുന്നു. ഇന്ന് നമുക്ക് അല്പസമയം ചിന്തയ്ക്കായി സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ സന്തോഷവും എന്ന വിഷയം നമുക്ക് അല്പസമയം ചിന്തിക്കാം. സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ സന്തോഷവും നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19:9. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണം
കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. Then the angel said to me, "Write, blessed are those who are invited to the wedding supper of the Lamb." And he added, "These are the true words of God." പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ ആരാണ് ഈ കുഞ്ഞാട്? പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ഒരു കല്യാണ സദ്യ വരാറായി. പ്രിയപ്പെട്ടവരെ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ കാന്ത? ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നാം ഓരോരുത്തരുമാണ് അവന്റെ കാന്ത. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ സന്തോഷം എന്തെന്നും സ്വർഗീയ ഭക്ഷണം എന്തെന്നും. അവിടെ അപ്പോസ്തലൻ കാണുകയാണ്, ഒരു കല്യാണ സദ്യയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. സ്വർഗരാജ്യത്തിലെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു ക്ഷണം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു രൂപാന്തര ശരീരം അനുഭവിച്ച് ഹല്ലേലൂയ സ്വർഗീയ സൗഭാഗ്യങ്ങൾ കാണുവാനും സ്വർഗീയ ദർശനങ്ങൾ അനുഭവിക്കാനും എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മളെ സ്വർഗത്തിന്റെ സാമ്പിൾ നമുക്ക് തരികയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ. നമുക്ക് വീണ്ടും വായിക്കാം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2, 3, 4 വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. അവിടെ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസ്യോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന്. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസ്യോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല എന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മീകമായ ഔന്നത്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യത്തെ കുറിച്ചുള്ള ചിന്ത. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു രൂപാന്തരമുള്ള ശരീരം പ്രാപിച്ച് ഈ 3-ാം സ്വർഗത്തോളം കടന്നു ചെല്ലുവാൻ നമുക്ക് എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഈ ഒരു അനുഭവം ചിലർക്ക് മാത്രമായി ഉള്ളതല്ല പ്രിയപ്പെട്ടവരെ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തർക്കും ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട പിതാവാം ദൈവം തന്റെ പുത്രനിൽ നമ്മെ ആക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. തന്റെ പുത്രനിൽ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പിതാവാം ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിത സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഹല്ലേലൂയ യേശുവിൽ നമ്മളെയും ആക്കിയിരിക്കുന്നു പിതാവാം ദൈവം. യേശുവിനോട് ചേർന്ന് നമ്മുടെ ആത്മാക്കളെയും പിതാവാം ദൈവം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്താൽ നമുക്ക് ഈ 3-ാം സ്വർഗത്തോളം യേശുവിനോടൊപ്പം കടന്നു ചെല്ലുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൂടെ
ചേർന്ന് മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. നമുക്ക് തനിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഹല്ലേലൂയ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ 2026 വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്താണ് സുവിശേഷം പ്രിയപ്പെട്ടവരെ? അത് യേശുക്രിസ്തുവാണ് സുവിശേഷം. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, ഹല്ലേലൂയ, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതാകുന്നു സുവിശേഷം പ്രിയപ്പെട്ടവരെ. ആ സുവിശേഷം ഇന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന് വേണ്ടി നാം നമ്മുടെ ഉള്ളു തുറന്നു കൊടുത്താൽ ഹല്ലേലൂയ, അവൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഹല്ലേലൂയ, ഞാൻ അവന്റെ അകത്ത് കിടന്ന് ഹല്ലേലൂയ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതാണ് സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ സന്തോഷം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. I know a man in Christ who 14 years ago was caught up to the 3rd heaven. Whether it was in the body or out of the body, I do not know. God knows. And I know that this man, whatever in the body or apart from the body, I do not know, but God knows, was caught up to paradise. He heard inexpressible things that man is not permitted to tell. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരദീസയോളം എടുക്കപ്പെടുന്ന അനുഭവം, യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ കൂടി ഹല്ലേലൂയ ആ ഭക്ഷണപാനീയങ്ങൾ അനുഭവിപ്പാൻ ഭാഗ്യം കിട്ടുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗത്തിന്റെ ഒരു മാധുര്യം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശുവിനോടുള്ള കൂടെയുള്ള വാസം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1:8. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. I am the Alpha and the Omega, says the Lord God, who is and who was and who is to come, the Almighty. Hallelujah. ഞാൻ ആൽഫയും ഒമേഗയുമായവൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഭക്ഷിച്ചിട്ടുള്ള ഏത് ഫലത്തെക്കാളും വ്യത്യസ്തവും ഏറ്റവും രുചികരവുമായ പൾപ്പിൾ നിറത്തിലുള്ള ഫലങ്ങളും ഓവൽ ആകൃതിയിലുള്ള ചുവന്ന ഫലങ്ങളും സ്വർഗത്തിലെ നദീതീരത്തുള്ള വൃക്ഷങ്ങളിൽ നിന്നും പറിച്ച് ഭക്ഷിക്കാമെന്ന് സ്വർഗത്തിലെ ദൈവം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ഭക്ഷിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഫലങ്ങളെക്കാളും വളരെ മനോഹാരിതമായ ഫലങ്ങൾ. ഹല്ലേലൂയ. അതിന്റെ കളർ പറയുകയാണ്, പർപ്പിൾ നിറത്തിലുള്ള ചില ഫലങ്ങൾ, ഓവൽ ഷേപ്പിലുള്ളതായ ചുവന്ന ഫലങ്ങളും. ഹല്ലേലൂയ. അതും സ്വർഗത്തിലെ ചില നദീതീരത്ത്. ഹല്ലേലൂയ. ആ വൃക്ഷങ്ങളിൽ നിന്ന് പറിച്ച് ഭക്ഷിക്കാമെന്നാണ്. അതുപോലെ തന്നെ അവിടെയുള്ള നദികളിലെ മത്സ്യങ്ങളും പിടിച്ച് പൊള്ളിച്ച് കഴിക്കാവുന്നതാണ് എന്ന്. കൂടാതെ കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിപ്പാനായി എൻ്റെ രാജ്യത്തിൽ അനേകം വസ്തുക്കളുണ്ട് എന്ന്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ഏത് ഭക്ഷണത്തെക്കാളും രുചികരമാണ് ഇവിടുത്തെ ഭക്ഷണം എന്ന്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കും ഇവിടെ മാത്രമേ ഭക്ഷണമുള്ളൂ എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, എങ്ങനെ വിചാരിക്കും? പലരും വിചാരിക്കും അതെങ്ങനെയാണ് അവിടെ ഭക്ഷണം കിട്ടുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ടവരെ, അവിടെ ഭക്ഷണം ആവശ്യമെങ്കിൽ കഴിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഉയർത്തെഴുന്നേറ്റ ശരീരം നമുക്കറിയാം. യേശു ആ അടച്ചിട്ട മുറിയിൽ ശിഷ്യന്മാർ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവരുടെ അരികിൽ ചെന്നു. അവിടെ നിന്ന് പൊള്ളിച്ച മീനും അപ്പവും എല്ലാം കഴിച്ചു. അതുപോലെ കടൽ തീരത്ത് യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ആ മീനെല്ലാം പൊള്ളിച്ച് ഹല്ലേലൂയ അവിടെ കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ നദികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ നദിയിൽ മനോഹരങ്ങളായ മീനുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതെല്ലാം പൊള്ളിച്ച് കഴിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ കണ്ട് ഭക്ഷണം തീരുകയല്ല പ്രിയപ്പെട്ടവരെ.
പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലും ഭക്ഷണം കഴിക്കാം, പൊള്ളിച്ച മീനെല്ലാം കഴിക്കാം പ്രിയപ്പെട്ടവരെ. നല്ല ഫലങ്ങളെല്ലാം പറിച്ച് കഴിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അറിയിക്കുകയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ആ പഠനത്തിൽ സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ സന്തോഷവും. അതുപോലെ സന്തോഷത്തിന്റെ ആസ്ഥാനം, നിത്യ സന്തോഷത്തിന്റെ ആസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നതിലാണ് കർത്താവ് ആനന്ദം കണ്ടെത്തുന്നത്. തന്റെ കുഞ്ഞുങ്ങൾ സന്തോഷമായി ഇരിക്കുന്നതിലാണ് സ്വർഗത്തിലെ ദൈവം സന്തോഷം കണ്ടെത്തുന്നതെന്ന്. ഹല്ലേലൂയ. ഭൂമിയിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇവിടെ ഒരിക്കലും വിരസത ഉണ്ടാവുകയില്ല എന്ന് നാം പറയാൻ വർഷങ്ങൾ സ്വർഗത്തിൽ കഴിയേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അവിടെ വിരസത എന്നൊന്നില്ല. ഹല്ലേലൂയ. പല കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട് എന്ന്. ഹല്ലേലൂയ. കൂടാതെ ഹല്ലേലൂയ ഓരോരുത്തർക്കും ചെയ്യുവാൻ ഓരോ ദൗത്യം അവിടെ ഏൽപ്പിക്കും പ്രിയപ്പെട്ടവരെ. ഇവിടെ നിന്ന് കടന്നു ചെല്ലുന്ന ആത്മാക്കൾക്ക് ഹല്ലേലൂയ ആ നിത്യ സന്തോഷത്തിന്റെ ആസ്ഥാനം. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഭൂമിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് എത്രയോ മനോഹരമാണ്. ഹല്ലേലൂയ. അടുത്തതായി ദൈവരാജ്യം നമുക്ക് ആസ്വദിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവരാജ്യം ആസ്വദിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അതോടുകൂടി ഇതൊക്കെ നിനക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിനക്ക് എന്തെല്ലാം ഇല്ലയോ? ഹല്ലേലൂയ. നിനക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരിക്കാം, സ്വന്തമായിട്ടൊരു വാഹനമില്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഹല്ലേലൂയ. ഒരു നേരത്തെ ഒരു മരുന്ന് വാങ്ങിക്കാൻ നിനക്ക് വകയില്ലായിരിക്കാം. ഹല്ലേലൂയ. അനേകം കടക്കാർ വന്ന് നിന്നെ ഞെരുക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ. എന്നാൽ യേശു പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവരാജ്യം ആസ്വദിക്കുക. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം കേട്ടത്? ദൈവരാജ്യം ആസ്വദിക്കാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളോട്. ഹല്ലേലൂയ. ഇന്ന് യുദ്ധങ്ങളുടെ കാര്യം നാം കേട്ടു. ഹല്ലേലൂയ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എല്ലാം ഹല്ലേലൂയ അതിന്റെ വഴിക്ക് നടക്കുമ്പോഴും നമ്മളോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, മകനെ മകളെ, ഈ ദൈവരാജ്യത്തെ ആസ്വദിക്കുന്നവനാവുക എന്ന്. ഹല്ലേലൂയ. ഇതൊന്നും നിന്റെ മേൽ ഏശുണ്ടായെന്ന്. ഹല്ലേലൂയ. എന്താണ് 1 പത്രോസ് 1-ാം അധ്യായം 7 മുതൽ 9 വരെ നാം വായിച്ചു കേട്ടത്? അഴിഞ്ഞു പോകുന്നതും ഹല്ലേലൂയ തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. പ്രിയപ്പെട്ടവരെ, പൊന്ന് നമുക്കറിയാം. ഒരു സ്വർണം കൊണ്ടുവന്ന് ആ തട്ടാന്റെ കയ്യിൽ കൊടുത്താൽ ആ തീയിൽ ഹല്ലേലൂയ ആ തീയിൽ ശോധന കഴിക്കുമ്പോൾ ഹല്ലേലൂയ എപ്പോഴാണ് ആ തട്ടാൻ ആ സ്വർണം എടുക്കുക എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ആ സ്വർണത്തിൽ ആ തട്ടാന്റെ മുഖം കാണുമ്പോഴാണ് അദ്ദേഹം ആ തീയിൽ നിന്ന് അത് എടുക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, തന്റെ മുഖം ആ സ്വർണത്തിൽ, ആ പൊന്നിൽ ഹല്ലേലൂയ തീയിൽ തന്റെ മുഖം അതിൽ തെളിഞ്ഞു വരുമ്പോൾ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതാണ് പൊന്നിൽ കഴിച്ച ശോധന, തീയിൽ കഴിച്ച ശോധന. ഹല്ലേലൂയ. നീ ഇന്ന് ജലത്തിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയാണോ പ്രിയ മകനെ മകളെ? ഓ, നിന്നെ തനി തങ്കമാക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ മുഖം ഹല്ലേലൂയ നിന്നിൽ എന്ന് പ്രതിബിംബിക്കുന്നു, അന്ന് നിന്റെ കഷ്ടതയും ശോധനയും അവസാനിക്കും. ഹല്ലേലൂയ. അതുവരെയും നിനക്ക് കഷ്ടത ഉണ്ടാകാം, ശോധനകൾ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഈ ശ്വാസത്തിന്റെ ചില പരിശോധനകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ആ തട്ടാൻ ഊതിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ യേശുവിന്റെ മുഖം നിന്നിൽ തെളിയുമ്പോൾ ഹല്ലേലൂയ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നീ രൂപാന്തരപ്പെടുമ്പോൾ ഹല്ലേലൂയ. അതിനാണ് മകനെ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന കഷ്ടങ്ങൾ, ആ ശോധനകൾ ഹല്ലേലൂയ ഇവിടെ വായിക്കുകയാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ
പരിശോധന വിലയേറിയത് എന്ന് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ എത്ര പേർക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ ഇന്ന് യേശുവിലുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നതെന്ന്. ഹല്ലേലൂയ അപ്പാ എന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഹല്ലേലൂയ നീ ഒന്ന് പരിശോധിക്കണമേ. ഹല്ലേലൂയ കർത്താവേ വിശ്വാസത്തിന്റെ പരിശോധന ഹല്ലേലൂയ അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും ഹല്ലേലൂയ മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരുമെന്ന്. ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ച ലഭിക്കണമെങ്കിൽ, തേജസ് ലഭിക്കണമെങ്കിൽ, മാനം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ത് വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. ഹല്ലേലൂയ അതെ വിശ്വാസത്തിന്റെ പരിശോധന എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മുടെ ഉള്ളങ്ങളിലേക്കൊന്ന് നോക്കണം പ്രിയപ്പെട്ടവരെ. ഇന്നെന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ എത്രമാത്രമുണ്ട്. ഹല്ലേലൂയ നിന്നിലുള്ള വിശ്വാസം ഹല്ലേലൂയ, സ്വർഗത്തിലുള്ള വിശ്വാസം ഹല്ലേലൂയ, പിതാവാം ദൈവത്തിലുള്ള എന്റെ വിശ്വാസം, പുത്രനായ ദൈവത്തിലുള്ള എന്റെ വിശ്വാസം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിലുള്ള എന്റെ വിശ്വാസം, ഈ തിരുവചനത്തിലുള്ള എന്റെ വിശ്വാസം ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് നൽകണമേ. ഹല്ലേലൂയ ഇന്ന് വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ ഓ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ എങ്കിലും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഈ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ നീ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും നീ അവനെ സ്നേഹിക്കൂ. മകനെ മകളെ ഹല്ലേലൂയ അവനെ നിങ്ങൾ സ്നേഹിക്കുമെന്നൊരു തീരുമാനം എടുക്കൂ. ഹല്ലേലൂയ യേശുവേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ ഞങ്ങൾ ഈ ലോകത്തെ സ്നേഹിച്ചു, പാപത്തെ സ്നേഹിച്ചു, ഹല്ലേലൂയ പണത്തെ സ്നേഹിച്ചു, ഹല്ലേലൂയ ഈ ലോകമോഹങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചു. കർത്താവേ നിന്നെ സ്നേഹിക്കേണ്ടതുപോലെ ഞങ്ങൾ സ്നേഹിച്ചു. ഓ യേശുവിന് വേണ്ടത് നമ്മുടെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ പിതാവാം ദൈവം കൊതിക്കുകയാണ് നമ്മുടെ സ്നേഹത്തിന് വേണ്ടി. ഹല്ലേലൂയ അപ്പ എന്നുള്ള വിളി കേൾക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ കൊതിക്കുന്നുണ്ട്. ഹല്ലേലൂയ നിങ്ങൾ ഉറക്കെ വാ തുറന്നൊന്ന് വിളിക്കാമോ? അപ്പ എന്നൊന്ന് വിളിക്കാമോ? ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പ, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ നിന്നെ എഴുന്നേറ്റ് ഹല്ലേലൂയ ഓടി വന്ന് ഹല്ലേലൂയ അവനെ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ ചുംബിച്ചവന് പുത്തൻ വസ്ത്രവും പുതിയ മേത്തരമായ അങ്കിയും ധരിപ്പിച്ച ഹല്ലേലൂയ ആ അപ്പന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നീ കടന്നു ചെന്നാൽ നിന്നെ തഴുകും. ഹല്ലേലൂയ അപ്പൻ നിന്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നിന്റെ സ്നേഹമില്ലെങ്കിലും ഹല്ലേലൂയ നിന്റെ സ്വന്തം മാതാപിതാക്കൾക്ക് നിന്റെ സ്നേഹമില്ലെങ്കിലും, നിന്റെ സഹോദരങ്ങൾക്ക് നിന്റെ സ്നേഹമില്ലെങ്കിലും ഹല്ലേലൂയ നിന്റെ സ്നേഹമാണ് സ്വർഗത്തിലെ അപ്പന്. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആ ദൂതൻ നിന്നെ ഞാൻ അറിയിക്കട്ടെ. ഹല്ലേലൂയ അപ്പ എന്ന് വിളിച്ചോടി ചെന്നാൽ ഹല്ലേലൂയ നിന്റെ വാഴി പുണരുന്ന ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. ഹല്ലേലൂയ ഈ ഭൂമിയിലെ അപ്പൻ നിനക്ക് ഇല്ലായിരിക്കാം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ഇപ്പോൾ ഹല്ലേലൂയ നിന്നെ മാറോട് ചേർത്തണച്ച് നിന്നെ തഴുകി ഹല്ലേലൂയ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഈ സമയം ഹല്ലേലൂയ അവിടുന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അവിടുന്ന് നമ്മെ തഴുകുന്നുണ്ട്. ഹല്ലേലൂയ രാജാതിരാജൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ നിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ നിന്റെ ആത്മാവിലേക്ക് അവൻ സമാധാനം നൽകുന്നുണ്ട്. ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ ഭാവി അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. മകനെ ഹല്ലേലൂയ അവൻ നിന്നെ വാലല്ല തലയാക്കും. ഹല്ലേലൂയ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഭരമേൽപ്പിക്കൂ. ഹല്ലേലൂയ ആ മുറിഞ്ഞ കരം ഹല്ലേലൂയ താണു വന്നിരിക്കുന്നു. ഹല്ലേലൂയ അവന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കുക. അവനെ നീ ആനന്ദിക്കുക. അവന്റെ രാജ്യത്തിൽ നീ ആനന്ദിക്കുക. ഹല്ലേലൂയ അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന്. അതേ കർത്താവിൽ ആനന്ദിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ആത്മരക്ഷ പ്രാപിക്കുക. ഹല്ലേലൂയ this have come so that your faith of greater worth than God which perishes even though refined by fire may be proved genuine and may result in praise, glory and honor when Jesus Christ is revealed. Though you have not seen him, you love him, and even though you do not see him now, you believe in him and are filled with an inexpressible and glorious joy, for you are receiving the goal of your faith
the salvation of your souls. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ആത്മരക്ഷ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ ആനന്ദിപ്പാൻ കഴിയണമെങ്കിൽ ആത്മരക്ഷ കൂടിയേ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് ആത്മരക്ഷ പ്രാപിക്കണമെന്ന്? ഹല്ലേലൂയ. ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ വീണ്ടും ജനനം, ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ നൽകുന്നത്. ഹല്ലേലൂയ. ഇതുവരെയും നിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ലയോ? ഹല്ലേലൂയ. ഇതുവരെയും നിന്റെ ആത്മാവിന് ഒരു വീണ്ടും ജനനം ലഭിച്ചില്ലയോ? ഇതുവരെയും നിന്റെ ആത്മാവിന് ഒരു മാനസാന്തരം നടന്നിട്ടില്ലയോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു കൂട് തുറന്ന് ഒരു പക്ഷി പുറത്തേക്ക് പോകുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മുടെ ഈ ഭൗമ ശരീരം വിട്ട് നമ്മുടെ ആത്മാവ് പുറത്തു കിടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എത്ര പേർ ആഗ്രഹിക്കുന്നു ആത്മരക്ഷ പ്രാപിക്കണമെന്ന്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സറിയണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആത്മരക്ഷ നൽകണമേ, വീണ്ടും ജനനം നൽകണമേ. ഹല്ലേലൂയ. കർത്താവേ, ആത്മാക്കളുടെ മേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ ആത്മാക്കളെ യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിൽ ഒരു കഴുകൽ ലഭിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ സമൃദ്ധിയായ ജീവൻ കൊടുക്കണമേ അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമായിട്ടാണല്ലോ അപ്പ നീ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സമൃദ്ധിയായ ജീവൻ നമ്മുടെ മേൽ പകരപ്പെടണം. ഹല്ലേലൂയ. ആത്മരക്ഷ അനുഭവിക്കണം. ഹല്ലേലൂയ. സ്തോത്രപ്പ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21 22 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21 22 നമുക്ക് വായിച്ചു കേൾക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ 30-ാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവം നടക്കുന്നത്. ഹല്ലേലൂയ. ജനമെല്ലാം സ്നാനമേൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ സ്നാപകന്റെ കൈയാൽ സ്നാനമേറ്റ് ഓരോരുത്തരും കരയ്ക്ക് കയറുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ സ്നാനം അനുഭവിച്ചിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനമേറ്റിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, ഓ, സ്നാനമെന്ന അത്ഭുത ശുശ്രൂഷയിലേക്ക് നാം കിടക്കേണ്ടിയിരിക്കുന്നു. ആ പഴയ മനുഷ്യൻ മരിച്ചു. ഹല്ലേലൂയ. പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം അത് ലോകത്തിന് സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകന്റെ കൈകളാൽ, ഹല്ലേലൂയ, യേശുവും ഇറങ്ങി ചെല്ലുകയാണ്. ഹല്ലേലൂയ. ആ യോർദാൻ നദിയിലേക്ക് യേശുവും ഇറങ്ങി ചെല്ലുകയാണ്. യോഹന്നാൻ, ഹല്ലേലൂയ, ആ വെള്ളത്തിൽ ഇറങ്ങി, ഹല്ലേലൂയ, ഓ, യോഹന്നാൻ സ്നാനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശുവിനെ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ഓ, സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗം തുറന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നീ എന്റെ പ്രിയ പുത്രൻ, ഹല്ലേലൂയ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ. ആ 30-ാമത്തെ വയസ്സിൽ, ഹല്ലേലൂയ, യേശുവിന്റെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ഇന്ന് പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഓ, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നവനെ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ മേൽ, ഹല്ലേലൂയ, ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ യേശു വസിക്കുന്ന രാജ്യത്തിൽ വസിക്കണമെങ്കിൽ നിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടണമല്ലോ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് സ്നാനപ്പെട്ട കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ. സ്വർഗം തുറക്കണമേ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾക്കൊരു കൊതിയുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോരുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഞങ്ങൾക്ക് കേൾപ്പാൻ ഭാഗ്യം നൽകണം കർത്താവേ. അതിന് ഞങ്ങളെ കൊണ്ട് തന്നെ ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അതിന് നിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ. ഹല്ലേലൂയ. പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, അപ്പാ, നിന്റെ ആ വെള്ളപ്രാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ഞങ്ങൾ വന്ന്, അപ്പാ, ഹല്ലേലൂയ, പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. ഓ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, സ്വർഗത്തിന്റെ അനുഭവം പ്രിയപ്പെട്ടവരെ, സ്വർഗം തുറക്കുന്ന അനുഭവം ഹല്ലേലൂയ. ദൈവരാജ്യം ആസ്വദിപ്പാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. When all the people were being baptized, Jesus was baptized too, and as he was praying, heaven was opened and the Holy Spirit descended on him in bodily from like a dove, and a voice came from heaven, "You are my son, whom I love. With you I am well pleased." എന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. With you I am well pleased. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ. നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, ഞങ്ങളുടെ ആത്മാക്കളെ ചലിപ്പിക്കണമേ. ഹല്ലേലൂയ. നാളുകളായി ആത്മാവിൽ നിന്ന് സ്തുതി നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്തോത്രം ആത്മാവിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മേലിൽ നിന്ന് സ്തുതിയുടെ ശബ്ദം, ആ പ്രാവ് ഇറങ്ങി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മാവിൽ ഹല്ലേലൂയ തരുവാൻ. ഹല്ലേലൂയ. നിനക്കൊന്നൊരു പുത്തൻ അഭിഷേകം തന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് വിടുവാൻ. ഹല്ലേലൂയ. അവൻ ഇന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ പണ്ടത്തെ കാലങ്ങൾ, ഹല്ലേലൂയ, ഞാൻ സ്തുതിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തുതിയുടെ ബലം. ഹല്ലേലൂയ. അപ്പാ സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. ഞങ്ങൾ ആത്മാവിൽ സ്തുതിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവം. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് നൽകണമേ. വീണ്ടും തുടർന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, "കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു" എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ അവരോട്, "അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്?" എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. എന്നറേ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവൻ എങ്ങനെയുള്ളവൻ. ഹല്ലേലൂയ. അവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം എന്താണ് വായിച്ചു കേട്ടത്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ, ഹല്ലേലൂയ, അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. അതെ, യേശു ഒരു പടകിലേക്ക് കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഒരു പടകിലേക്ക് നടന്ന് കയറിയാൽ, ഹല്ലേലൂയ, അവന്റെ ശിഷ്യന്മാരും കൂടെ കാണും. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബ ജീവിതമാവുന്ന ആ പടകിലേക്ക് യേശു നടന്ന് കയറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നീ യേശുവിനെ വിളിക്കൂ. പ്രിയപ്പെട്ടവരെ, യേശുവേ, നീ എന്റെ ജീവിതമാവുന്ന പടകിലേക്കൊന്ന് നടന്ന് കയറണമേ എന്ന്. ഹല്ലേലൂയ. യേശുള്ള പടക്. ഹല്ലേലൂയ. കൂടെ ശിഷ്യന്മാരും കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. പ്രിയപ്പെട്ടവരെ, യേശുള്ള പടകിൽ, ഹല്ലേലൂയ, ചില വലിയ ഓളങ്ങൾ അടിക്കും. പ്രിയപ്പെട്ടവരെ, ആ പടക് മുങ്ങുമെന്ന് പലർക്കും തോന്നും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പക്ഷേ യേശു ആ പടകിലുണ്ട്. ഹല്ലേലൂയ. പടക്, അവനോ ഉറങ്ങുകയായിരുന്നു. അതെ പ്രിയപ്പെട്ടവരെ, യേശു ഉറങ്ങുകയാണെങ്കിലും, ഹല്ലേലൂയ, അവൻ പടകിലുണ്ടോ? ഹല്ലേലൂയ. നിന്നെ മുങ്ങുമാറാക്കുന്ന ചില വലിയ ഓളങ്ങൾ അടിച്ചാലും, ഹല്ലേലൂയ, മകനെ, നീ വിശ്വാസത്തിൽ ഉറയ്ക്കുക. ഹല്ലേലൂയ. അവൻ എന്നിലുണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ നങ്കൂരം. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ പടകിലുണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. പ്രിയ മകനെ, മകളെ, ഹല്ലേലൂയ, ഉറപ്പുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വേറെ ഒന്നും ഈ ഭൂമിയിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. നിന്റെ ബാങ്ക് ബാലൻസ് അല്ല പ്രിയപ്പെട്ടവരെ നിന്റെ ബലം. ഹല്ലേലൂയ. നിന്റെ കോടികളുടെ സ്വത്തല്ല നിന്റെ ബലം. ഹല്ലേലൂയ. യേശു പടകിലുണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവനെ, മകളെ, നിനക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഈ ഭൂമിയിലൊന്നും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, എന്റെ പടകിൽ യേശു ഉണ്ട് എന്നുള്ള ഉറപ്പ് നാം പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവില്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഹല്ലേലൂയ. യേശുവേ, നീ ഞങ്ങളുടെ പടകിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. യേശു ഉണ്ടെങ്കിൽ തന്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഓ, അവൻ ഉറങ്ങുകയായിരുന്നു.
അവൻ അടുത്ത് ചെന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. യേശു അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശാന്തത തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളുകളായി ജീവിതത്തിൽ ഒരു ശാന്തത അനുഭവിച്ചിട്ടില്ല. ഹൃദയത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി, ഹാലലൂയ, വലിയ ഓളങ്ങൾ, വലിയ തിരമാലകൾ, ഹാലലൂയ. കടലിൽ നമുക്കറിയാം, ഒരു തിരമാല പോയാൽ അടുത്ത വലിയ തിരമാല വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും ഒരു ശാന്തത അനുഭവിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് ഇന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ശാന്തത തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹാലലൂയ, സ്വർഗത്തിന്റെ ശാന്തത അതാണ് പ്രിയപ്പെട്ടവരെ. ഹാലലൂയ, അവൻ ഇന്ന് പകരുവാൻ ആഗ്രഹിക്കുന്നു. ഹാലലൂയ. ഒന്ന് മാറി ജീവിതത്തിൽ, ഹാലലൂയ, കടത്തിൻ്റെതായ പ്രയാസങ്ങൾ അങ്ങനെ, ഹാലലൂയ, രോഗത്തിൻ്റെതായ കൊടുങ്കാറ്റുകൾ അങ്ങനെ, ഹാലലൂയ, കർത്താവെ, ആക്സിഡന്റുകൾ അങ്ങനെ, ഹാലലൂയ, ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നു, ഹാലലൂയ, വിവാഹം നടക്കണമെന്നുള്ള ആശയുണ്ട്, വിവാഹം നടക്കുന്നില്ല, ഹാലലൂയ, കർത്താവെ, ജീവിതത്തിൽ പടകം മുന്നോട്ട് പോകാത്ത ചില അവസ്ഥകൾ, ഹാലലൂയ, അപ്പാ ഇന്ന്, ഹാലലൂയ, അനുമനാഥനായ യേശുവേ, നീ പടകിലുണ്ടെങ്കിൽ, ഹാലലൂയ, ഇന്ന് ചില ശാന്തത വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പടകം മുന്നോട്ട് പോകുന്ന ദിവസമാണ്. ഹാലലൂയ, ഇന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഹാലലൂയ, കാരണം, ഹാലലൂയ, ഇവൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, പടകിലുള്ളവൻ ആരാണ്? ഹാലലൂയ, എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നറിയാം, മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ? ഹാലലൂയ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എത്ര പേർ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, ഇവൻ ആര്? ഹാലലൂയ, നസ്രയസ്കാരനായ യേശു, ഹാലലൂയ, ബേത്ലഹേമിൽ പിറന്നവനായ യേശു ആരാണ്? പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, മൂന്നാണികളിൽ മേൽ തൂക്കപ്പെട്ടവൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, എന്നറിയാം, മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെ ഉള്ളവൻ? ഹാലലൂയ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹാലലൂയ, അതെ, കാറ്റും കടലും അനുസരിക്കുന്നവൻ. ഹാലലൂയ, പ്രിയ മകനെ, മകളെ, അവൻ നിന്റെ ഈ ജീവിത പടകിലേക്ക് എഴുന്നള്ളി വന്നാൽ, ഹാലലൂയ, നിന്റെ സകല പ്രശ്നങ്ങളുടെ മേലും, ഹാലലൂയ, അവൻ കരം നീട്ടുകയാണ്. അവൻ നിന്റെ മേൽ രോഗസൗഖ്യം അയക്കുകയാണ്. ഹാലലൂയ, നിന്റെ കടഭാരങ്ങൾ അവിടുന്ന് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പർവ്വതം പോലെ പൊങ്ങി നിൽക്കുന്ന ആ കടഭാരങ്ങൾ മേൽ യേശുവിന്റെ ഒരു തുള്ളി രക്തം വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, ആ അഗ്നിപർവ്വത സമാനമായി നിൽക്കുന്ന ആ ഉന്നത ഉയരങ്ങളിൽ കിടക്കുന്ന അതിന്മേൽ ഒരു തുള്ളി യേശുവിന്റെ രക്തം വീണാൽ അതങ്ങ് ആ പർവ്വതം അലിഞ്ഞങ്ങ് ഇല്ലാതെയാവും. പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, നീ ആ പർവ്വതത്തെ നോക്കി ഇപ്പോൾ കൽപ്പിക്കുക. ഹാലലൂയ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ചെന്ന്, ഹാലലൂയ, സമുദ്രത്തിൽ ചെന്ന് വീഴുവാൻ പറഞ്ഞാൽ, ഹാലലൂയ, നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ, ഹാലലൂയ, സമുദ്രത്തിൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും. ഹാലലൂയ, ഈ മല ഇവിടെ നിന്ന് മാറുക തന്നെ ചെയ്യും. ഹാലലൂയ, പ്രിയപ്പെട്ടവരെ, ഹാലലൂയ, ഇവൻ എങ്ങനെയുള്ളവൻ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഹാലലൂയ, സ്തോത്രം. Then he got into the boat and his disciples followed him without warning. A furious storm came up on the lake, so that the waves swept over the boat. But Jesus was sleeping. The disciples went and woke him, saying, "Lord, save us, we are going to drown." He replied, "You of little faith, why are you so afraid?" Then he got up and rebuked the winds and the waves, and it was completely calm. The men were amazed and asked, "What kind of man is this? Even the winds and the waves obey him." പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ സ്വർഗീയ ദൈവം, ഹല്ലേലൂയ, പടകിൽ, ഹാലലൂയ, യേശു അറിയിക്കുകയാണ്, സ്വർഗത്തിൽ, ഹാലലൂയ, ചില ബോട്ടുകൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നദികളുണ്ട്, സ്വർഗത്തിൽ ചില സമുദ്രങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ചില ബോട്ടുകൾ, ഹാലലൂയ, രണ്ടുപേർക്ക് ഇരിക്കാവുന്ന ചില ബോട്ടുകൾ, ഹാലലൂയ, യേശു നമ്മോടൊപ്പം ബോട്ട് യാത്ര ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ മാത്രമല്ല ബോട്ടിംഗ് ഉള്ളൂ, സ്വർഗരാജ്യത്തിലും ബോട്ടിങ്ങിന്റെ അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം സമുദ്രവുമായി ബന്ധപ്പെട്ട ശിഷ്യന്മാരെ എല്ലാമാണ് പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുത്തത്. കാരണം എന്താണ്? ആ സ്വർഗീയ അനുഭവത്തിലും ഈ സ്വർഗീയ സമുദ്രങ്ങൾ, സ്വർഗത്തിലെ നദികൾ, സ്ഫടികതുല്യമായ നദികൾ, സമുദ്രങ്ങൾ എല്ലാം അവിടെയും ഉണ്ട്. ഹല്ലേലൂയ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ സ്വർഗീയ ദർശനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അവനവിടെ കാണിക്കുന്നുണ്ട് ആ സ്വർഗീയ
ബോട്ടുകൾ ഹാലേലുയ യേശുവുമായിട്ട് ചേർന്ന് ഈ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് ഭാഗ്യം കിട്ടി യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗീയ തീരത്തും ഹാലേലുയ സ്വർഗീയ തീരം ഹാലേലുയ വളരെ മനോഹരമായ നദികൾ സമുദ്രങ്ങളെല്ലാം സ്വർഗരാജ്യത്തിൽ ഉണ്ട് എന്ന് നമ്മെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹാലേലുയ അവസാനമായി നമുക്ക് ഒരു വാക്യങ്ങളിൽ കൂടി വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അവൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ഏദൻ തോട്ടത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗീയ തോട്ടത്തിന്റെ ഒരു സിമ്പലാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ തോട്ടത്തെ പോലെ തന്നെ പിതാവാം ദൈവം ഈ ഭൂമിയിൽ നിർമ്മിച്ച തോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഹല്ലേലൂയ ഒരു തോട്ടമുണ്ടാക്കി. ഹല്ലേലൂയ. താൻ സൃഷ്ടിച്ചതായ മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതേ നിലത്ത് നിന്ന് മുളപ്പിച്ചതായ ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. അവിടെ തോട്ടം നിർമ്മിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗീയ തോട്ടത്തിന്റെ ഒരു സിമ്പലാണ് പ്രിയപ്പെട്ടവരെ ആ ഏദൻ തോട്ടത്തിന്റെ മനോഹാരിത. ഹല്ലേലൂയ. അത് നമുക്ക് തിരിച്ചു തരുവാനാണ്. ഹല്ലേലൂയ. അവൻ സ്വർഗം ചായച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നഷ്ടപ്പെട്ടു പോയ ആദാമിനും ഹവ്വായ്ക്കും. ഹല്ലേലൂയ. ആദാമിന്റെ മക്കളായ നമ്മൾക്കും ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയതായ ഏദൻ തോട്ടം തിരികെ തരുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അരിമകുമാരനെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. Now the Lord God had planted a garden in the east in Eden, and there he put the man he had formed. And the Lord God made all kinds of trees grow out of the ground, trees that were pleasing to the eye and good for food. In the middle of the garden were the tree of life and the tree of the knowledge of good and evil. അതെ, നല്ലതും നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റുന്ന അറിവിന്റെ വൃക്ഷം യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അതുപോലെ ജീവവൃക്ഷം, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷം. ഹല്ലേലൂയ. ഈ വൃക്ഷങ്ങളുടെ എല്ലാം ഫലം ഭക്ഷിപ്പാൻ ഒരു കാര്യം മാത്രമേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞുള്ളൂ. ആ നടുക്ക് നിൽക്കുന്ന ആ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം മാത്രം നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് മനുഷ്യൻ ഭക്ഷിച്ചു. അവൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നവനായി മാറി. ഹല്ലേലൂയ. അവനിതാ പുറത്തേക്ക് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഏദൻ തോട്ടത്തിലേക്ക് പുറത്തു കിടന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ തുടങ്ങിയ കഷ്ടങ്ങൾ. ഹല്ലേലൂയ. അന്ന് മുതൽ തുടങ്ങിയ ഗർഭധാരണങ്ങൾ. ഹല്ലേലൂയ. വേദനയോടെ മക്കൾ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അനേകം കഷ്ടതകൾ മനുഷ്യൻ വിയർപ്പുകൊണ്ട് അധ്വാനിപ്പാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരയുമെല്ലാം മുളപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ഏദൻ തോട്ടത്തിന് പുറത്തു പോയാൽ ഇതെല്ലാമാണ് പ്രിയപ്പെട്ടവരെ അനുഭവം. എന്നാൽ ഇന്ന് ഏദൻ തോട്ടത്തിനുള്ളിലേക്ക് നിന്നെ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് സ്വർഗീയ തോട്ടം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഏദൻ തോട്ടം അവിടെ ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പഴയ ഇറാഖിലാണ് ഏദൻ തോട്ടം എന്നാണ് എൻ്റെ അറിവ്. ഹല്ലേലൂയ. ആ ഇറാഖിലുള്ള ഏദൻ തോട്ടം ഇന്ന് അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ തോട്ടത്തിലേക്ക് നിനക്ക് പ്രവേശനമുണ്ട് മകനെ. ഹല്ലേലൂയ. അത് യേശുവിന്റെ തുളയ്ക്കപ്പെട്ട വിലാവിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവന്റെ കുന്തത്താൽ തുളയ്ക്കപ്പെട്ട വിലാവ്. ഹല്ലേലൂയ. ആ ഹൃദയത്തിനുള്ളിലേക്ക് നിനക്ക് കടന്നു ചെല്ലാമോ വിശ്വാസത്താൽ? ഹല്ലേലൂയ. മകനെ, മകളെ, ഹല്ലേലൂയ. നിനക്കറിയാം, ഒരു ഫോറിൻ കൺട്രിയിലേക്ക് നിനക്ക് കടന്നു പോകണമെങ്കിൽ ഹല്ലേലൂയ നീ പാസ്പോർട്ട് എടുത്ത് ആ വിമാനത്തിനുള്ളിൽ കയറിയെങ്കിൽ മാത്രമേ നിനക്ക് ഈ രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യമാകുന്ന ആ സ്വർഗരാജ്യത്തിൽ നിനക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആ സ്വർഗത്തിന്റെ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗത്തിന്റെ ഫ്ലൈറ്റ് ആവുന്ന രാജകുമാരനായ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ പൈലറ്റ് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ഹല്ലേലൂയ. 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 അവന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട ഒരു വിലാവുണ്ട്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിൽ എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഹല്ലേലൂയ. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. അന്നാളിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നു.
ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ ഫ്ലൈറ്റ് ആവുന്ന യേശുവിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഹല്ലേലൂയ നിനക്ക് വിശ്വാസത്താൽ കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ മകനെ മകളെ നീ കയറിയിരിക്കൂ. ഹല്ലേലൂയ. എങ്കിൽ ആ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഫ്ലൈറ്റ് ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. നിനക്ക് ദിവസേന നിനക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് യേശുവിന്റെ ചങ്കിൽ കയറാമെങ്കിൽ ഹല്ലേലൂയ അവൻ നിന്നെ സ്വർഗീയ കാഴ്ചകൾ നിന്നെ കാണിക്കും. ഹല്ലേലൂയ. സ്വർഗീയ ദർശനങ്ങൾ നിന്റെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. ഭൂമിയിലെ ഏറ്റവും വലിയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഹല്ലേലൂയ. ഇത് വെറും അറിവല്ല. ഹല്ലേലൂയ. ഇതൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നീ ഭൂമിയിലെ കഷ്ടതകളിലേക്കും ഈ ഭൂമിയിലെ ദുരിതങ്ങളിലേക്കും മാത്രം നോക്കിയിരിക്കാതെ ഹല്ലേലൂയ നീ ആ സ്വർഗീയ ഫ്ലൈറ്റിനുള്ളിൽ ഹല്ലേലൂയ ആ ഹൃദയത്തിനുള്ളിൽ കിടക്കണമെങ്കിൽ ഹല്ലേലൂയ കടന്നു ചെല്ലാമെങ്കിൽ ഹല്ലേലൂയ അവൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗീയ കാഴ്ചകളും സ്വർഗീയ ദർശനങ്ങളെല്ലാം നിന്നെ കാണിക്കും. പ്രിയപ്പെട്ടവനെ ഹല്ലേലൂയ. നിന്റെ രാജ്യം നമ്മുടെ പൗരത്വമോ ഇവിടെയല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലാവുന്നു. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, കൊതിക്കുന്നു ആ സ്വർഗീയ ഫ്ലൈറ്റിനുള്ളിൽ ഞാൻ ആയിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും യേശുവിന്റെ ഹൃദയത്തിനുള്ളിൽ നീ ആയിരിക്കൂ. ഹല്ലേലൂയ. നീ ഓരോ ദിവസങ്ങളും ഹല്ലേലൂയ യേശുവേ ഞങ്ങളെ ഓരോ നിമിഷവും നിന്റെ ഹൃദയത്തിനുള്ളിൽ ആക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന ഹല്ലേലൂയ ആ പൈലറ്റ് ഹല്ലേലൂയ കൃത്യമായി നമ്മളെ ഓടിച്ചെത്തിക്കും. പ്രിയപ്പെട്ടവരെ, രാജാതിരാജന്റെ അരികിൽ ഹല്ലേലൂയ നമ്മുടെ അപ്പന്റെ അരികിൽ എത്തിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ നമ്മെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുഖാമുഖം കാണുവാനും കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് കൊതിയുണ്ട് സ്വർഗത്തിലെ അപ്പനെ മുഖത്തോട് മുഖം നോക്കി സ്വർഗത്തിലെ അപ്പാ നിനക്ക് സ്തുതി എന്ന് പറയുവാൻ. ഹല്ലേലൂയ. ആ ഒരു സ്നേഹബന്ധം നിന്ന് തുടങ്ങട്ടെ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ പിതാവാം ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം. ഹല്ലേലൂയ. മകനെ, നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ അപ്പാ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ കടന്നു ചെല്ലാമെങ്കിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്നെ കെട്ടിപ്പിടിക്കുന്ന ആ സ്വർഗത്തിലെ അപ്പനെ ഹല്ലേലൂയ അപ്പാ എന്ന് നീ വിളിച്ചുകൊള്ളു. മകനെ ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവിനെ അപ്പാ എന്ന് നീ വിളിച്ചുകൊള്ളു. ഹല്ലേലൂയ. ഭൂമിയിൽ നിനക്ക് അപ്പനില്ലായിരിക്കാം അപ്പാ എന്ന് വിളിപ്പാൻ, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ എന്ന് ചെവിയുള്ളവനായി അവൻ ഇരിക്കുന്നു നിന്റെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്ത്. ഹല്ലേലൂയ. മകനെ, നീ ഏതവസ്ഥയിൽ നിന്നായാലും എഴുന്നേറ്റ് ചെല്ലും മകനെ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മനുഷ്യരെ ആരെയും നീ നോക്കണ്ട. ഹല്ലേലൂയ. പിതാവിനെ നീ കാണൂ. നിന്നെ നിർമ്മിച്ച, നിന്നെ സൃഷ്ടിച്ച് നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട് ഹല്ലേലൂയ നിന്നെ ഇത്രയും ഈ പ്രായം അത്രയും നിന്നെ വളർത്തി വലുതാക്കി. ഹല്ലേലൂയ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് ഹല്ലേലൂയ നിനക്ക് ഉടുപ്പാൻ വസ്ത്രവും ഉണ്മാൻ ഹല്ലേലൂയ ഭക്ഷണവും ഹല്ലേലൂയ നിനക്ക് പാർപ്പാൻ പാർപ്പിടവും തന്നവൻ. ഹല്ലേലൂയ. ആ അപ്പനെ നീ നന്ദിയോടെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ. അവൻ നിന്നെ ഹല്ലേലൂയ വാലല്ല തലയാക്കും. പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിക്കൂ. സ്വർഗത്തിലെ അപ്പനെ ഇന്നു മുതൽ നീ അപ്പാ എന്ന് നിന്റെ ശബ്ദം കേട്ടാൻ കൊതിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ എന്ന് നിന്റെ നാവ് തുറന്നൊന്ന് വിളിക്കൂ പ്രിയപ്പെട്ടവനെ. മകനെ മകളെ, സ്വർഗത്തിലെ അപ്പാ എന്നൊന്ന് വിളിക്കൂ. ഹല്ലേലൂയ. അപ്പാ എന്ന് വിളിക്കൂ. ഹല്ലേലൂയ. അവൻ ആശയോടെ കേൾക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ എന്ന് വിളിക്കൂ. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരും. അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാവന്റെ മേൽ നമ്മുടെ മേൽ ഇറങ്ങിയാണ്. ഹല്ലേലൂയ. അപ്പാ എന്ന പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ പറഞ്ഞയക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, 8:30 മണിക്ക് മുമ്പായി ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് നാഥാ നിന്റെ ആ പ്രാവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് തന്റെ പുത്രന്റെ മേൽ ഇറങ്ങിയതുപോലെ ഞങ്ങളുടെ മേൽ പറന്നിറങ്ങി. ഹല്ലേലൂയ. നിങ്ങളെ ആത്മാവിനെ നിറച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. സ്വർഗീയ വാഴ്വുകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഭാവി ഐശ്വര്യവും സമ്പത്ത് ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഈ 2026 അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ മേൽ ഉണർവിന്റെ കാറ്റ് അടിക്കണമേ കർത്താവേ. അനേകം ആത്മാക്കൾ ഉണർത്തപ്പെടണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗീയ പെട്ടകത്തിനുള്ളിൽ ഹല്ലേലൂയ യേശുവേ സ്വർഗീയ ഫ്ലൈറ്റിനുള്ളിൽ ഹല്ലേലൂയ യേശുവിന്റെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ ആക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിത്യരാജ്യത്തിൽ എത്തിക്കണമേ. ഹല്ലേലൂയ. ഓരോ ദിവസവും ഞങ്ങൾക്ക് സ്വർഗീയ സന്ദർശനം. ഹല്ലേലൂയ. മകനെ, വിസിറ്റിങ്ങിനായാലും നീ ഒന്ന് കിടന്നു പോകൂ. ഹല്ലേലൂയ. വിസിറ്റിംഗ് വിസ എടുത്തിട്ടായാലും നീ സ്വർഗരാജ്യം ഒന്ന് സന്ദർശിക്കൂ. ഹല്ലേലൂയ. ഓ സ്വർഗത്തിലെ അപ്പം പറയുകയാണ്, മകനെ മകളെ, നീ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കാൻ കടന്നു പോകുന്നവനായിരിക്കാം, വിസിറ്റിംഗ് വിസ എടുത്ത് പോകുന്നവനായിരിക്കാം. ഹല്ലേലൂയ.
എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, മകനെ നീ വിസിറ്റിംഗ് വിസ എടുത്തായാലും എന്റെ രാജ്യം വന്ന് നീ ഇന്ന് കാണൂ എന്ന്. ഹല്ലേലൂയ. ഓ, തന്റെ രാജ്യത്തിന്റെ വാതിൽ അവൻ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഓ, കടന്നു ചെല്ലാം പ്രിയപ്പെട്ടവരെ, കൃപായുഗമാണ്. ഹല്ലേലൂയ. നാം കണ്ടു 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിനക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ, ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ നിനക്ക് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ 3-ാം സ്വർഗ്ഗത്തോളം നിന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. നിന്നെ സ്വർഗീയ ദർശനങ്ങൾ കാണിച്ച് ഹല്ലേലൂയ അത് ഈ ഭൂമിയിൽ അറിയിക്കുന്നവനാക്കി മാറ്റാമെന്ന് അവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ ഭൂമിയിലേക്ക് നോക്കി ഹല്ലേലൂയ നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാവാം, ക്ഷാമങ്ങൾ ഉണ്ടാവാം. ഹല്ലേലൂയ. എന്തെല്ലാം സംഭവിച്ചാലും യുദ്ധമില്ല, ക്ഷാമമില്ലാത്ത ഒരു രാജ്യം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സമാധാനത്തിന്റെ രാജ്യം, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും രാജ്യം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ യേശു വാഴുന്ന രാജ്യം. ഹല്ലേലൂയ. ദൈവരാജ്യം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതേ സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവരാജ്യം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളെ നിന്റെ രാജ്യമാക്കി മാറ്റണമേ, സ്വർഗീയ രാജ്യമാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ. അപ്പാ സ്വർഗം വാഴുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴുന്ന ഒരു ഹൃദയങ്ങളാക്കി രാജ്യമാക്കി ഞങ്ങളെ മാറ്റണമേ. അപ്പാ അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി പിതാവേ, അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി. ഇന്ന് കേൾപ്പിച്ച സ്വർഗീയാലോചനകൾക്ക് നന്ദി കർത്താവേ. സ്വർഗരാജ്യത്തിൽ അപ്പാ ഭക്ഷണത്തും പാനീയവും കഴിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരുടെ മേൽ നിന്റെ കൃപകരം വെക്കണമേ. ഈ ശബ്ദം കേട്ട ഓരോരുത്തരുടെ മേലും നിന്റെ സൗഖ്യമാക്കുന്ന കരം വെക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. കടഭാരത്തിലിരിക്കുന്നവർക്ക് ഒരു വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വലയുന്നവർക്ക് ജോലി ഉണ്ടായി വരട്ടെ കർത്താവേ. അപ്പാ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പാ ഈ വാഗ്ദത്തത്തിന് നന്ദി പിതാവേ. സ്തോത്രം. അപ്പാ ഞങ്ങളെ കേൾപ്പിച്ച പത്രങ്ങൾക്കായി നന്ദി. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയതിന് നന്ദി അപ്പാ. സ്തോത്രം. അപ്പാ സ്തോത്രം. സ്തോത്രം. ശുശ്രൂഷ ചെയ്ത ഓരോരുത്തരെയും അതിന്റെ മുറിഞ്ഞകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. അപ്പാ ഞങ്ങളുടെ യാത്രകളെല്ലാം കൂടിയിരിക്കണമേ കർത്താവേ. ഇനി ഞങ്ങൾ കൂടി കാണുന്നത് വരെയും കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ കർത്താവെ നിന്റെ ആ തങ്കച്ചെറുകളിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നിന്റെ തുളിക്കപ്പെട്ട വിലാവിൽ ഞങ്ങളെ ഒളിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്വർഗീയ ഫ്ലൈറ്റിനുള്ളിലായിരിക്കും ഞങ്ങളെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാം നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവിതം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണപ്പാ. സ്തോത്രം. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.